ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇന്ന് വളരെയധികം വിശേഷതയുള്ള ഒരു ദിവസമാണ്. ശീതള അഷ്ടമി, കാലാഷ്ടമി എന്നൊക്കെ പറയുന്ന ഭഗവാൻ മഹാദേവനെയും പാർവതീദേവിയെയും ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ വീട്ടിലോട്ട് സർവ്വവിധ ഐശ്വര്യങ്ങളെ കൊണ്ടുവരാനും രോഗങ്ങളെ ഇല്ലാതാക്കാനും കൺദൃഷ്ടി, ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങൾ നമ്മളിൽ വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി ഇല്ലാതാവാനും ഉള്ള ഒരു ദിവസം. എന്താണ് കാലാഷ്ടമി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എല്ലാ മാസവും വെളുത്ത പക്ഷത്തിലും കറുത്ത പക്ഷത്തിലും 2 അഷ്ടമി വരാറുണ്ട്. അതിൽ കുംഭമാസത്തിലെ കറുത്തപക്ഷ അഷ്ടമിയാണ് ഇന്ന് ബുധാഷ്ടമി, കാലാഷ്ടമി, ഭൈരവ അഷ്ടമി എന്നൊക്കെ പറയുന്നത്. 2026 മാർച്ച് 11 ഇന്ന് വന്നിരിക്കുന്നത് സാക്ഷാൽ ശിവഭഗവാന്റെ പ്രചണ്ഡഭാവമായ കാലഭൈരവനെ ഭജിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസം. രാത്രിയിലാണ് കാലഭൈരവ ആരാധനയ്ക്ക് ഏറ്റവും നല്ലത്. ക്ഷിപ്ര ഫലം നമുക്ക് ലഭിക്കുന്നത് ആ ഒരു സമയത്താണ്. കാലത്തെ നിയന്ത്രിക്കുന്ന കാലകാലനായ മഹാഭൈരവനെ ഭജിക്കുന്ന ദിവസം. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ കാലഭൈരവ ക്ഷേത്രമുണ്ട്. വിശ്വനാഥ ക്ഷേത്രം ദർശിക്കുന്നതിന് മുൻപായി കാലഭൈരവനെ കണ്ട് ഭജിക്കണം എന്നാണ് പറയുന്നത്. കാശി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് കാലഭൈരവനാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ രാത്രി 8 മണിക്ക് ചെയ്യേണ്ടുന്ന ഒരു ചെറിയ പരിഹാരത്തെക്കുറിച്ച് പറയാം. ഒപ്പം തന്നെ ശീതളാഷ്ടമി എന്താണെന്നുള്ളതും പറയാം. ശീതളാ ദേവിയെ പൂജിക്കുന്നതിനെയാണ് ശീതള അഷ്ടമി എന്ന് പറയുന്നത്. അതായത് ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമിയാണ് ശീതള അഷ്ടമി എന്ന് പറയുന്നത്. ശീതളാദേവി എന്ന് പറയുന്നത് സാക്ഷാൽ പാർവതീദേവിയുടെ അവതാരം തന്നെയാണ്. ഈ ദേവി എന്തിനാണ് അവതാരം എടുത്തതെന്ന് പറഞ്ഞാൽ, സാധാരണ ഈ വേനൽക്കാലമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വസൂരി, ചിക്കൻ പോക്സ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ രോഗങ്ങളൊന്നും നമ്മുടെ കുടുംബത്തിലോട്ട് വരാതിരിക്കാനും ഏതെങ്കിലും രീതിയിൽ ആ രോഗമുണ്ടെങ്കിൽ അതിനെ നിശേഷം ഇല്ലാതാക്കാനും നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവാനും വേണ്ടിയിട്ട് ഈ ഒരു ദിവസം നമ്മൾ ശീതളാദേവിയെ പ്രാർത്ഥിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ഒരു ദിവസം അവർ വീട്ടിൽ ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും തന്നെ പാകം ചെയ്യില്ല തലേ ദിവസം. അതായത് ശീതള സപ്തമിയുടെ അന്നത്തെ ദിവസം ഭക്ഷണം പാകം ചെയ്ത് ആ തണുത്ത ഭക്ഷണമാണ് പിറ്റേ ദിവസം ശീതള അഷ്ടമിയുടെ അന്ന് ദേവിക്ക് സമർപ്പിക്കുന്നത്. അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ആ ഒരു ഭക്ഷണം കഴിച്ചാൽ നമുക്ക് രോഗങ്ങളൊന്നും, അതായത് കുഞ്ഞു കുഞ്ഞു രോഗങ്ങളല്ല, വലിയ വലിയ രോഗങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല എന്നാണ് പറയുന്നത്. അതുമാത്രവുമല്ല, പ്രോസ്പെരിറ്റിയുടെ ദേവതയാണ് ശീതളാദേവി എന്നാണ് പറയുന്നത്. ഈ ഒരു ശീതളാഷ്ടമിയുടെ അന്ന് ശീതളാദേവിക്ക് മുൻപിൽ ദീപം കൊളുത്തിവെച്ച് ശീതളാദേവിയുടെ ധനമന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അവർക്ക് ധനത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, വ്യാഴഭഗവാൻ ഇത്രനാളും വക്രഗതിയിലായിരുന്നു. അത് മാറി നേർരേഖയിൽ മിഥുനരാശിയിൽ സഞ്ചരിച്ചു തുടങ്ങുന്ന ദിവസമാണ്. മാർച്ച് 11 മുതൽ തുടർച്ചയായ 45 ദിവസത്തേക്ക് വ്യാഴഭഗവാൻ ഇനി നേർരേഖയിലായിരിക്കും. അപ്പം ഇത് മൂന്നും ഒന്നിച്ചു വന്നിരിക്കുന്ന ഒരു ദിവസമാണ്. ഭഗവാൻ മഹാദേവനെയും പാർവതീദേവിയെയും ഗുരുഗ്രഹത്തിൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ഒക്കെ അനുഗ്രഹം നമുക്ക് ഒന്നിച്ച് ലഭിക്കുന്ന ഒരു ദിവസം. അപ്പോൾ ഈ ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് സന്ധ്യയ്ക്ക് ശേഷമാണ് ഈ പറയുന്ന ശീതളാദേവിയെ പ്രാർത്ഥിക്കാനാണെങ്കിലും കാലഭൈരവനെ പ്രാർത്ഥിക്കാനാണെങ്കിലും ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം. ഇനി ആ സമയം പറ്റാത്തവർക്ക് രാത്രി 11 മണിക്ക് മുൻപുള്ള ഏതൊരു സമയവും സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ 8 മണി മുതൽ 8:59 വരെയുള്ള സമയം വളരെ വളരെ ഓസ്പീഷ്യസ് ആണ്. കാരണം 8ാമത്തെ തിഥിയാണ് അഷ്ടമി എന്ന് പറയുന്നത്. നമുക്ക് 2 പേരെയും ഒന്നിച്ച് വെച്ച് പ്രാർത്ഥിക്കാം. എന്ത് ചെയ്യണം? വീട്ടിൽ ശിവപാർവതി ഫോട്ടോ ഉണ്ടാകുമല്ലോ, ഉണ്ടെങ്കിൽ അതെടുത്ത് പ്രത്യേകമായിട്ടൊരിടത്ത് വെക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന പൂക്കളൊക്കെ കൊണ്ട് ആ ഫോട്ടോയെ അലങ്കരിക്കുക. സെപ്പറേറ്റ് ഫോട്ടോയാണെങ്കിൽ അങ്ങനെ വെച്ചാൽ മതിയാവും. ഇനി ശിവപാർവതി ഫോട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് ദേവിയുടെ ഫോട്ടോയാണോ ഉള്ളത് അത് വെക്കാവുന്നതാണ്. കാലഭൈരവനെ പൂജിക്കുന്നവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള മന്ത്രമുണ്ട്, ദീപമുണ്ട്. ശീതളാദേവിയെ പ്രാർത്ഥിക്കുന്നവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള മന്ത്രമുണ്ട്, പൂജയുണ്ട്. ഇത് രണ്ടും ഒന്നിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ചെയ്യേണ്ടത്, ഇന്നത്തെ ദിവസം ഭഗവാൻ മഹാദേവൻ്റെ മുൻപിൽ 8 ദീപങ്ങൾ, അത് നല്ലെണ്ണ ഒഴിച്ച് 8 ദീപങ്ങൾ കിഴക്കോട്ട് വരുന്ന രീതിയിൽ കൊളുത്തണം. ഓരോ ദീപത്തിലും ഓരോ കുരുമുളക് വീതമിട്ടിട്ട് ഒന്നെങ്കിൽ അവിടെ ഇരുന്ന് കാലഭൈരവ അഷ്ടകം,
8 പ്രാവശ്യം ചൊല്ലാൻ പറ്റുന്നവർ ചൊല്ലുക, ഇല്ലെങ്കിൽ കേൾക്കുക. ഇനി 8 പ്രാവശ്യം ഞങ്ങൾക്ക് ചൊല്ലാനുള്ള സമയമില്ലെങ്കിൽ 1 പ്രാവശ്യം കാലഭൈരവ അഷ്ടകം ചൊല്ലുക എന്നുള്ളതാണ്. ഇത് ചൊല്ലി ഭഗവാനോട് നമുക്ക് പ്രൊട്ടക്ഷനാണ് ഇവിടെ ആവശ്യപ്പെടേണ്ടത്. നമുക്ക് ധനത്തിന് വേണ്ടി ശീതളാദേവിയെ പ്രാർത്ഥിക്കാം. നമുക്ക് പ്രൊട്ടക്ഷൻ തരണമെന്നുള്ളത് ഭഗവാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുക. അതിനുശേഷം ശീതളാദേവിയായ പാർവതീദേവിക്ക് മുൻപിൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫോട്ടോ ഏതാണോ അതിന് മുൻപിൽ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് ഒരു ദീപം കൊളുത്തി വെക്കണം. ദീപത്തിൻ്റെ ജ്വാല വടക്കോട്ടായിരിക്കണം. മഹാദേവന് മുൻപിൽ നമ്മൾ 8 ദീപങ്ങളാണ് കൊളുത്തുന്നത്. 8 ദീപങ്ങളെന്ന് പറയുമ്പം 8 മൺദീപങ്ങളായിട്ട് കൊളുത്താം. അങ്ങനെയല്ലെങ്കിൽ 2 വലിയ മൺദീപങ്ങൾ എടുത്തിട്ട് ഒരു മൺവിളക്കിൽ നമ്മൾ 4 തിരി, അടുത്ത മൺവിളക്കിൽ നമ്മൾ 4 തിരി, അങ്ങനെ 8 ദീപങ്ങൾ കൊളുത്താം. അത് നമ്മുടെ കയ്യിലുള്ള മൺവിളക്കനുസരിച്ച് മതിയാവും. അപ്പം ശീതളാദേവിക്ക് മുൻപിൽ നമ്മൾ ഒരേ ഒരു നെയ്യ് ദീപം വേണം കൊളുത്താൻ. വടക്കോട്ടായിരിക്കണം അതിൻ്റെ ദർശനം. നമ്മൾ ചെയ്യേണ്ടത് 4 ഗ്രാമ്പൂ ആ ഒരു ദീപത്തിലിടണം. ആദ്യം തന്നെ ആ ഒരു മൺവിളക്കിൽ ദീപം തെളിയിച്ചതിന് ശേഷം 4 ഗ്രാമ്പൂ എടുത്ത് അതിനുള്ളിലിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ശീതളാദേവിയുടെ ഈ ഒരു മന്ത്രം നമ്മൾ 16 പ്രാവശ്യം ചൊല്ലണം. ചൊല്ലുന്നതിന് മുൻപായിട്ട് മനസ്സിൽ നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ വീട്ടിലോട്ട് എല്ലാ രീതിയിലുമുള്ള പ്രോസ്പെരിറ്റി, ധനവരവ് മാത്രമല്ല എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം നമ്മുടെ കുടുംബത്തിലോട്ട് ഉണ്ടാവണമെന്നും എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവണമെന്നും അസുഖങ്ങൾ ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ല ആരോഗ്യം തന്ന് അനുഗ്രഹിക്കണമെന്ന് വേണം ശീതളാദേവിയോട് പ്രാർത്ഥിക്കാൻ. ഇനി നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം ഇതാണ്: ഓം അഷ്ടദള പത്രയുക്ത ശീതളപതയേ നമഃ. ഓം അഷ്ടദള പത്രയുക്ത ശീതളപതയേ നമഃ. ഇതാണ് നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം. ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. 16 പ്രാവശ്യം. നിങ്ങളുടെ കയ്യിൽ താമരപ്പൂക്കളുണ്ടെങ്കിൽ അതിൻ്റെ ഇതളുകൾ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ചൊല്ലാം. അത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ കൂവളത്തിലകളുണ്ടെങ്കിൽ അത് ഓരോന്നായി സമർപ്പിച്ചുകൊണ്ട് ജപിക്കാവുന്നതാണ്. അങ്ങനെയല്ലെങ്കിൽ ഒരേ ഒരു താമരപ്പൂവ്, ഒറ്റ താമരപ്പൂവ് കയ്യിലുണ്ടെങ്കിൽ ഇതളുകളാക്കേണ്ട, ആ താമരപ്പൂ മുഴുവനായിട്ട് കയ്യിൽ പിടിക്കുക. ഇനി ഒരേ ഒരു കൂവളത്തിലാണെങ്കിൽ അത് മുഴുവനായിട്ട് കയ്യിൽ പിടിച്ച് 16 പ്രാവശ്യം ഈ ഒരു മന്ത്രം ചൊല്ലി ആ ഒരു ദീപത്തിനടുത്തായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയ്ക്ക് അടുത്തായിട്ട് ചൊല്ലി സമർപ്പിച്ച് നന്നായി പ്രാർത്ഥിക്കുക. അതിന് ശേഷം നല്ല തണുത്ത എന്തെങ്കിലും ഒരു നിവേദ്യം, ഇപ്പം നിവേദ്യം വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തണുത്ത നിവേദ്യം, അതായത് പാല് മാത്രം വെച്ചാൽ മതിയാവും. നേരത്തെ പാല് കാച്ചി ഫ്രിഡ്ജിൽ വെച്ചൊന്ന് കൂളാക്കുക. അതിനുശേഷം അത് ദേവിക്ക് സമർപ്പിക്കുക. ഞാൻ പാലെന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ദേവിക്ക് സമർപ്പിക്കുക. ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് അത് അമ്മയ്ക്ക് സമർപ്പിക്കുക. അതിനുശേഷം അത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കഴിക്കുക. ഇത് വളരെയധികം നല്ല ഫലം നമുക്ക് തരുന്നതാണ്. പ്രത്യേകിച്ച് ഭഗവാനെയും ദേവിയെയും ഒന്നിച്ച് പ്രാർത്ഥിക്കാനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ദിവസം മിസ്സാക്കരുത്. ഒപ്പം തന്നെ ഇന്ന് വ്യാഴഗ്രഹം നേർരേഖയിൽ വരികയാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ചിലവർക്കത് ദോഷമായിരിക്കും, ചിലവർക്കത് ഗുണമായിരിക്കും. എന്ത് തന്നെ ആയാലും നമുക്കതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഒരു 10% കിട്ടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. കാരണം വ്യാഴഗ്രഹത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളുണ്ടാവും. അപ്പോൾ ഈ ഒരു വ്യാഴഗ്രഹത്തിൻ്റെ മാറ്റം, അതായത് ഗുരുഗ്രഹത്തിൻ്റെ മാറ്റം നമുക്ക് ദോഷമാണെങ്കിലും ഗുണമാണെങ്കിലും അതിലെ പോസിറ്റിവിറ്റി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഒരു മഞ്ഞ കളറിൽ തുണി എടുക്കുക. 1 രൂപ നാണയം വെക്കാൻ വലിപ്പത്തിന് ആവശ്യമുള്ള ഒരു ചെറിയ ക്ലോത്ത് മതി. അതിലോട്ട് ഒരു 1 രൂപ നാണയം വെക്കുക. ഇന്ത്യക്ക് വെളിയിലുള്ളവരാണെങ്കിൽ അവിടെ 1 രൂപയെ കുറിക്കുന്ന നാണയം ഏതാണോ അത് വെക്കുക. ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അതൊന്ന് കെട്ടി നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങുന്ന തലവണയ്ക്കുള്ളിൽ വെക്കുക. നിങ്ങൾ രാത്രിയിൽ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ കഴിക്കുന്നതിന് മുൻപ് തന്നെ ഇത് ചെയ്ത് പില്ലോയ്ക്ക് അടിയിൽ വെച്ചിരിക്കുക. എന്നിട്ട് അന്ന് രാത്രി കിടന്നിടുക. പിറ്റേ ദിവസം വ്യാഴാഴ്ച, അതായത് നാളെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ആ 1 രൂപ നാണയം എടുത്ത് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെച്ചിരിക്കുക. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിൽ എന്തെങ്കിലും ഒരു അടയാളം വെച്ചാൽ മതിയാവും. 45 ദിവസം അത് അവിടെ ഇരുന്നോട്ടെ. വ്യാഴഗ്രഹത്തിൽ നിന്നും നമുക്ക് കിട്ടേണ്ടുന്ന പോസിറ്റിവിറ്റിയെ അത് ആഗിരണം ചെയ്ത് നമ്മൾക്ക് ശുഭഫലങ്ങൾ കൊണ്ടുതരും. 45 ദിവസങ്ങൾക്ക് ശേഷം ആ 1 രൂപ നാണയം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്തെങ്കിലും പൂജ കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആസ് യൂഷ്വൽ ഡെയിലി ലൈഫിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്
ഇതാണ് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത്. എല്ലാവരും മറക്കാതെ ചെയ്യാൻ ശ്രമിക്കൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.